ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെവൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ബസ് യാത്രാ വീഡിയോ അല്ല കേട്ടോ, ബസ്സിൽ നിന്ന് എടുക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ മെജസ്റ്റിക്, അതായത് കെംപഗൌഡ ബസ് സ്റ്റേഷൻ അഥവാ KSR ബംഗളൂരു സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ബസ് നിന്നാണ് എൻട്രോ എടുത്ത്. ഞാനിപ്പോൾ ആക്ച്വലി ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ കാണിച്ചു തരാൻ വഴിയൊന്നുമില്ല. കാര്യം ഇവിടെ എന്താ പറയുന്നത്, സ്റ്റേഷൻ വർക്കിന് വേണ്ടി ഫുള്ള് പൊളിച്ചിട്ട് അടച്ചു കെട്ടി വെച്ചിരിക്കാം. എന്നാൽ ഗ്യാപ്പ് കൂടെ സ്റ്റേഷൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നമ്മളിപ്പോൾ കോയമ്പത്തൂർക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം ട്രാവലിംഗ് ആയിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. ആ ട്രാവൽ കഴിഞ്ഞ് നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് കോയമ്പത്തൂരിലേക്ക് പോകണം. അതിനുവേണ്ടി കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ മൊത്തം പൊളിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ അടച്ചു കെട്ടിയിരിക്കുന്നതിന് മുകളിൽ തന്നെ പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് ചോദിച്ചിട്ടുണ്ട് വേ ടു പ്ലാറ്റ്ഫോംസ് ഫോർ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ ചോദിച്ചിട്ടുണ്ട്. കാര്യം ഇവിടുന്ന് കുറച്ച് പേര് വന്ദേ ഭാരത് എക്സ്പ്രസ് മാത്രമേ ഓടുന്നുണ്ടായിരുന്നുള്ളൂ. കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ അവസ്ഥ. ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ് അവർ, ഫുള്ള് റീബിൽഡിങ്ങിന് വേണ്ടി. അപ്പോൾ നമുക്കെന്ന് ഈ റോഡിൽ കൂടെ നടന്ന് സ്റ്റേഷൻ്റെ എൻട്രൻസിന് അവർ വഴി വെച്ചിരുന്ന ആരോ മാർക്ക് വഴി നമുക്ക് നടന്നു പോകാം. കാര്യം പ്ലാറ്റ്ഫോം നമ്പർ 1 പാർഷ്യലി ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ വന്ന ഉദ്യാൻ എക്സ്പ്രസ് അവിടെ നിർത്തിയായിരുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 വഴി കയറിപ്പോകുന്ന വഴി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അപ്പുറത്ത് അത് മിസ്സായി തോന്നുന്നു. നമുക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് ഫ്രണ്ടിൽ കൂടെ സ്റ്റേഷനകത്തോട്ട് കയറാം. ഞാൻ ഇങ്ങനത്തെ ഒരു ബസ്സിലായിരുന്നു വന്നത്. ഇലക്ട്രിക് ബസ്സായിരുന്നു, ടാറ്റ സ്റ്റാർ ബസ് EV ആയിരുന്നു. നല്ല റൈഡായിരുന്നു, അടിപൊളി റൈഡായിരുന്നു ഇത്. ബോംബെയിൽ ട്രാവൽ ചെയ്ത സ്റ്റാർ ബസ്സുകൾ പോലെയല്ല, ഇത് ലോ ഫ്ലോർ ആയിരുന്നു. എന്നാൽ നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം. നമ്മുടെ വണ്ടി 2:20 ഇവിടുന്ന് പുറപ്പെടുക. ഇപ്പോൾ മണി 1:06 ആയതേ ഉള്ളൂ. നമ്മുടെ വണ്ടി കോയമ്പത്തൂരിൽ നിന്ന് ഇൻകമിങ് വണ്ടി എത്തിയോന്ന് എനിക്കറിയില്ല. എത്തിയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. കാര്യം കുറച്ച് നേരത്തെ നോക്കുമ്പോൾ അത് ഭയപ്പെടാൻ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഫ്രണ്ടിലോട്ടൊരു പുതിയ സ്ട്രക്ചർ അവർ പണിയുന്നുണ്ട്, അതിൻ്റെ വർക്ക് നടക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ എൻട്രൻസ്. ഈ എൻട്രൻസ് വഴി വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. നമുക്കന്ന് ഉള്ളിലോട്ട് പോകാം. ഈ ലെഫ്റ്റ് സൈഡിൽ സ്റ്റേഷൻ്റെ പണി നടക്കുന്നതാണ്. ഇത് പുതിയ ബിൽഡിംഗ് വരുന്നതിൻ്റെയാണിത്. എനിക്ക് നല്ല ഹൈറ്റുള്ളൊരു സ്ട്രക്ചറാണ് ആദ്യം വരുന്നത്. ഇത് ചിലപ്പോൾ മെയിൻ സർക്കുലേറ്റിംഗ് ഹാളോ അല്ലായിരിക്കും. ഇതുവഴി കയറി വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ. ഇപ്പോൾ ആക്ച്വലി മധുരയിൽ നിന്നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അതിൻ്റെ തിരക്കാണ് നമ്മൾ പുറത്ത് കണ്ടത്. ഈ അകത്തോട്ട് പോകുന്ന യാത്രക്കാരും മിക്കവാറൊക്കെ മധുര വണ്ടിക്ക് കയറാനുള്ള ആൾക്കാരായിരിക്കും. അതിവിടുന്ന് 1:30 പോകും. നമ്മൾ മധുര വന്ദേ ഭാരത്തിൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പിന്നീട്. കാര്യം മധുര വന്ദേ ഭാരത് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലോട്ട് പോകുന്ന ഒരു ഷോർട്ട് കട്ട് വണ്ടിയും കൂടിയാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നമുക്ക് കോയമ്പത്തൂർ വന്ദേ ഭാരത് ചെയ്യാം. ഞാനിപ്പോൾ ഈ വന്ദേ ഭാരത്തിൽ കയറി ഞാൻ കോയമ്പത്തൂർ ഇറങ്ങി കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകും. അതിൻ്റെ അവൈലബിലിറ്റി ഞാൻ തീർച്ചയായിട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേഷനുള്ളിലേക്ക് കയറുന്നത്. കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ ഈ സൈഡിൽ 5 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. 1A മുതൽ 1E വരെ. ഈ ആദ്യം കാണുന്ന 1E ആണ്. നമ്മുടെ വണ്ടി 1B എന്നാണ് പുറപ്പെടുക. അതേപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വന്ദേ ഭാരത് കോയമ്പത്തൂർ പ്ലാറ്റ്ഫോം 1B എന്നും വന്ദേ ഭാരത് മധുര പ്ലാറ്റ്ഫോം 1C എന്നും അവർ ഓൾറെഡി എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം ഫിക്സ്ഡ് അലോട്ട്മെൻറ്റ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു വാപ്സാൻ കിടക്കുന്നുണ്ട്, അപ്പുറത്തെ ഒരു റേക്ക് കിടക്കുന്നുണ്ട്, അതിനപ്പുറത്തെ ഒരു മെമോ കിടക്കുന്നുണ്ട്. നമുക്കിനി ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം ബാക്കി അവസ്ഥ ഉണ്ടെന്നുള്ളത്. ഇതാണ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ പുതിയ പ്ലാറ്റ്ഫോംസ്. കുറച്ച് ദൂരം റൂഫിംഗ് ഉള്ളൂ കേട്ടോ, ഫുൾ ലെങ്ത് റൂഫിംഗ് ഇല്ല, വളരെ കുറച്ച് ദൂരം മാത്രമേ റൂഫിംഗ് ഉള്ളൂ. നമ്മുടെ വണ്ടി ഓൾറെഡി വന്ന് കിടക്കുന്ന വെള്ള വന്ദേ ഭാരതാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബംഗളൂരു കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ ടെർമിനൽ സൈഡ്. 5 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. 5 ടെർമിനൽ പ്ലാറ്റ്ഫോംസാണ്. അവിടെ കിടക്കുന്ന ട്രെയിന് KSR ബംഗളൂരു ദാനാപൂർ എന്നാണ് ബോർഡ്. KSR ബംഗളൂരു ദാനാപൂർ ഏതാ വണ്ടി എനിക്കറിയില്ല. സ്പെഷ്യൽ വല്ലതും ആണോ എന്നറിയില്ല ഇനി. അതിൻ്റെ റേക്ക് അവിടെ ലൂപ്പ് സ്റ്റേബിളിംഗ് ലൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെയും എന്തൊക്കെയോ ട്രെയിനുകളിലെ റേക്കുകൾ കിടക്കുന്നുണ്ട്. ഒരു വാപ്സൺ ഹാളിൻ്റെ ഒരു റേക്ക് കിടക്കുന്നുണ്ട്. അത് കൂടാതെ ഒരു ടാറ്റാനഗർ SMVT ബംഗളൂരിൻ്റെ റേക്കും കിടക്കുന്നുണ്ട്. SMVTയുടെ ബംഗളൂരു ടെർമിനേറ്റ് ചെയ്യുന്ന വണ്ടിയുടെ റേക്ക് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അറിയില്ല. എന്തായാലും ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണത്. ആ കിടക്കുന്ന ഓറഞ്ച് വന്ദേ ഭാരത് മധുരയ്ക്കുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിൽ വെള്ള വന്ദേ ഭാരത് ഉണ്ട്, അതാണ് നമുക്കുള്ള വണ്ടി. അപ്പോൾ സമയം 1:12 ആയതേ ഉള്ളൂ. 2:20 പോകുള്ളൂ. അപ്പോൾ നമുക്കിനി 1 മണിക്കൂർ കൂടെ സമയം ബാക്കിയുണ്ട്. ഇങ്ങോട്ടൊക്കെ പുതിയ ഷെൽട്ടേഴ്സ് വരുന്നതിൻ്റെ വർക്കാണ് തോന്നി കാണുന്നത്. നമുക്കെന്തെങ്കിലും അങ്ങോട്ട് പോകാം. മെയിൻവെൽ അപ്പുറത്ത് മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം നമ്പർ 1 അത് ബൃന്ദാവൻ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. ഒരു റേക്ക് വന്ന് കയറിയിട്ടുണ്ട്. അത് ബൃന്ദാവൻ എക്സ്പ്രസിൻ്റെ റേക്കാണ്. അത് വന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു മെമോ കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ. ഇൻകമിങ് യാത്രക്കാരൊക്കെ പോകുന്നേ ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ റേക്ക്.
അപ്പുറത്തായിട്ട് മധുര വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. അവർ കോച്ചസ് എല്ലാം ഷെൽട്ടേർഡ് റീജിയനുള്ളിൽ വരുന്ന പോലെ നിർത്തിയിരിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യമാണ്. മറ്റേ നട്ടപ്പൊരു വിലത്തൊന്ന് കയറണമായിരുന്നു, അപ്പോൾ അത് മാറി കിട്ടി. ഈ ഷെൽട്ടേർഡ് റീജിയൻ മൊത്തം നിറച്ച് ഫാനാണ് കണ്ടോ, നിരത്തി പിടിച്ച് ഫാൻ ഇട്ടിരിക്കുന്നത്. നിരത്തി പിടിച്ച് ഫാൻ ഇട്ടിട്ടുണ്ട് അവർ. എനിക്കൊന്ന് രാത്രി നല്ല ലൈറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം മുകളിൽ കുറേ LED പാറ്റേൺസ് കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലുള്ളതാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് മധുരയ്ക്കുള്ള വന്ദേ ഭാരതാണ്. അത് നമ്മൾ പിന്നീട് ഒരു ട്രിപ്പ് മധുര വന്ദേ ഭാരതിന് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ട്രിപ്പ് കോയമ്പത്തൂർ വന്ദേ ഭാരതിനാണ്. അപ്പോൾ അങ്ങേറ്റത്ത് കാണുന്നതാണ് ബംഗളൂരു കൻ്റോൺമെൻറ്റിൻ്റെ ഡെമു മെയിൻ്റനൻസ് ഷെഡ്. ബംഗളൂരു ഡിവിഷനിലെ ഡെമു സർവീസുകളെല്ലാം ഇന്നലെ മറ്റേ അവസാനിപ്പിച്ചു. അവർ ഡെമു റൂട്ടുകളെല്ലാം മെമു ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതലാണെന്ന് തോന്നുന്നു, അത് ഇന്നു മുതലാണോ എന്നറിയില്ല. എല്ലാ ഡെമു റൂട്ടുകളും മാറ്റി മെമു റൂട്ടുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡെമു സർവീസുകളുടെ അവസാനം കുറിച്ചു. ഇനിയിപ്പോൾ ഈ ഡെമു സർവീസുകൾ എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും സോണിനോ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമായിരിക്കും. കാര്യം ഇനിയിപ്പോൾ ബംഗളൂരു ഡിവിഷന് ഡെമുകളുടെ ആവശ്യമില്ല, എല്ലാം മെമു ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. തൊട്ടപ്പുറത്തായിട്ട് മധുര വണ്ടി കിടക്കുന്നതും കാണാം. സമയം ഇപ്പോൾ 1:28. മധുര വന്ദേ ഭാരതിൻ്റെ ഡോറിടാനുള്ള സമയമായിട്ടുണ്ട്. 1:30 മധുര വന്ദേ ഭാരത് ഇവിടുന്ന് പോകേണ്ടത്. ഇതുവരെ അതിന് ഡോർസ് ക്ലോസ് ആയിട്ടില്ല. ഇവിടെ നോക്കിയിട്ട് സ്റ്റാർട്ടേഴ്സ് എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ കുറേ സ്റ്റാർട്ടർ സിഗ്നൽസ് കാണാനുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. മേ ബി എൻ്റെ ഡോർ അടഞ്ഞു. അപ്പോൾ അങ്ങനെ മധുര വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടുന്ന് പുറപ്പെട്ടു പോയി. സമയം 1:29. പ്ലാറ്റ്ഫോം വളവിലായതുകൊണ്ട് നല്ല പ്ലാങ്ക് സൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ 1:30 പോകേണ്ട മധുരൈ വന്ദേ ഭാരത് എക്സ്പ്രസ് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. 2:20 ഇവിടുന്ന് പുറപ്പെടേണ്ട കോയമ്പത്തൂർ വന്ദേ ഭാരതാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിൻ. മധുര വന്ദേ ഭാരത് ഇന്ന് അത്യാവശ്യം ഫുള്ളായിരുന്നു. കാര്യം ക്രിസ്മസ് സമയമാണ്, ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള സൺഡേ ആണ് ഇന്ന്. നല്ല തിരക്കുന്നത്. ഇന്ന് കോയമ്പത്തൂർ വന്ദേ ഭാരതും സോൾഡ് ഔട്ടാണ്, മധുര വന്ദേ ഭാരതും ഇന്ന് സോൾഡ് ഔട്ടായിരുന്നു. ഇന്ന് 2 വണ്ടിയിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ 8 കോച്ചിൻ്റെ മധുര വന്ദേ ഭാരത് ജസ്റ്റ് പുറത്തോട്ടിറങ്ങി പോകുന്നു. ഇതാണ് നമ്മുടെ കോച്ച്. നമുക്കൊന്ന് കയറിയാലോ. ഇതൊരു മോട്ടോർ കോച്ചാണ്. ആരും കയറിയിട്ടില്ല. ഒരാൾ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച്. ഞാൻ സീറ്റ് നമ്പർ 10ലാണ്. ബാക്ക്വേർഡ് പോകുന്നൊരു വിൻഡോ സീറ്റ് റൈറ്റ് സൈഡിൽ, ട്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യമായിട്ട് ക്രോസിങ്സ് ഒന്നും പിടിക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം വരെ സിംഗിൾ ലൈനിലാണ്, ക്രോസിംഗ് ഒന്നും പിടിക്കാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. ആ കാണുന്ന വിൻഡോ സീറ്റാണ് എൻ്റെ സീറ്റ്. നമുക്ക് നമ്മുടെ പെട്ടെന്നൊരു സീറ്റ് ടൂറൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. അപ്പോൾ നമ്മുടെ സീറ്റ് ഒന്ന് കണ്ടാക്കി. ഇതാണ് നമ്മുടെ സീറ്റിലോട്ട് ഇരിക്കുകയാണ്. ജനറലി എനിക്ക് വന്ദേ ഭാരതിൻ്റെ സീറ്റുകളുടെ വീതി ഇഷ്ടമല്ല. വീതി വളരെ കുറവാണ്. പ്രത്യേകിച്ച് 3 സീറ്റിലാണെങ്കിൽ തീരെ വീതി കുറവാണ്. ഇതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഫുഡ് റെസ്റ്റിൻ്റെ ഡിസൈന് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ഇത് ലോക്കാവില്ല. നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ വിട്ടിങ് വരും. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കാല് പൊക്കി ചെയ്യണം. ബോട്ടിൽ ഹോൾഡറിൻ്റെ പൊസിഷൻ അത് തന്നെ പഴയതുപോലെ തന്നെ അവർ ഫുഡ് റെസ്റ്റിന് എടുത്തതിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ട്രേ ടേബിളുണ്ട്. ട്രേ ടേബിളാണ്. മാഗസിൻ പൗച്ചുണ്ട്. സംഭവങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ റീഡിങ് ലാംപ്സ് ഉണ്ട്. വർക്കിംഗ് ആണ്. ഇതാണ് ടോട്ടാലിറ്റിയിൽ നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീതി കുറവാണ്. എനിക്ക് വന്ദേ ഭാരതിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം അതാണ്. ഞാൻ പറഞ്ഞില്ല, വീതി തീരെ കുറവാണ്. അത് കണ്ടോ, കറക്റ്റാണ്. ഇപ്പോൾ എന്നെപ്പോലെ കുറച്ച് തടിയിലൊരാളാണെന്നുണ്ടെങ്കിൽ സംഭവം കഷ്ടമാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന യാത്രക്കാരുടെയൊക്കെ കാര്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതൊരു മെയിൻ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ വന്ദേ ഭാരത് എടുക്കാനുള്ള കാരണം എന്താണെന്നുണ്ടാവും. കാര്യം നമ്മൾ വന്ദേ ഭാരത് ഉള്ള പ്രാവശ്യം ചെയ്താണല്ലോ. കോയമ്പത്തൂർ ടു ബാംഗ്ലൂരാണ് ചെയ്തത്, പക്ഷേ തിരിച്ചാണ് ചെയ്യുന്നത്. എന്നാലും വന്ദേ ഭാരത് എടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. വന്ദേ ഭാരത് ബുക്ക് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്രിസ്മസ് സമയമുണ്ട്, നാട്ടിലുള്ള ഒരു ട്രെയിനും ടിക്കറ്റില്ല. കേരളത്തിലോട്ട് പോകുന്ന എല്ലാ വണ്ടിയും ഹംസഫർ, 4:45 പോകുന്ന മൈസൂർ കൊച്ചുവേളി എല്ലാം ഫുള്ളാണ്. ഐലൻഡ് എല്ലാം ഹെവി വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, എല്ലാം ഫുള്ളായിരുന്നു. ഒരു വണ്ടിക്കും ടിക്കറ്റില്ല. പിന്നെ നോക്കിയപ്പോൾ ബസ്സും ഫുള്ളായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 30-40 സീറ്റായിട്ട് ബാക്കിയുണ്ടായിരുന്നു. അതിലൊരു സീറ്റ് പെട്ടെന്ന് അടിച്ചതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ വിൻഡോ വ്യൂ ഇതാണ്. അവിടെ കിടക്കുന്ന ഞാൻ നേരത്തെ കാണിച്ച KSR ബംഗളൂരു ദാനാപൂർ ഇന്ത്യ ട്രെയിൻ. ഇതാണ് വണ്ടിയുടെ ഗാലി ഓർ പാൻട്രി ഏരിയ. ഇവിടെ ഒരു ഹോട്ട് വാട്ടർ ബോയിലർ ഉണ്ട്. ഈ ബോയിലറിൽ നിന്നാണ് ചായ ഉണ്ടാക്കാനുള്ള വെള്ളം തരുന്നത്. പിന്നെ ഇവിടെ ഹോട്ട് പോട്ട്സ് ഉണ്ട്. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ സെപ്പറേറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, അതിനകത്ത് സ്റ്റോർ ചെയ്യണമെന്നായിരിക്കും നിയമം. പിന്നെ ഡീപ്പ് ഫ്രീസർ, ബോട്ടിൽ കൂളർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിൽസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ കോച്ച് നവംബർ 2023 ICF പണിത കോച്ചാണ്. ഇപ്പോൾ 1 വർഷം പ്രായമുണ്ട്. 233921 മോട്ടോർ കോച്ചാണ്. നമുക്കന്ന് ചടേന്ന് നമ്മുടെ ടോയ്ലറ്റൊക്കെ നോക്കിയാൽ ടോയ്ലറ്റിനകത്തൊക്കെ നോക്കാം. ടോയ്ലറ്റ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ആദ്യം ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ്, വാഷ് ബേസിൻ ടാപ്പൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ല. മൊത്തത്തിൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അത്യാവശ്യം മെയിൻ്റനൻസും ഉണ്ട്. മെയിൻ്റനൻസും കുഴപ്പമൊന്നുമില്ല. ഹാൻഡ് ഡ്രയർ ഉണ്ട്. അതുപോലെ സോപ്പ് ഡിസ്പെൻസർ, മറ്റേ ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസറോട് മാനുവൽ ഡിസ്പെൻസറായി. പിന്നെ ടാപ്പ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെസ്റ്റേൺ സ്റ്റൈലിൻ്റെ അവസ്ഥ തന്നെ നമ്മൾ നോക്കിയേക്കാം. വെസ്റ്റേൺ സ്റ്റൈൽ അത്യാവശ്യം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലോസറ്റൊന്നും വലിയ കുഴപ്പമില്ല. ഇവിടെ സോപ്പ് ഡിസ്പെൻസർ, മറ്റേ ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ ഉണ്ട്. ഇവിടെ അതുപോലെ ഹാൻഡ് ഡ്രയർ ഉണ്ട്, ഒക്കെ ഉണ്ട്. സംഭവം പൊളിയാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ കിടക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് കൃഷ്ണരാജപുരത്തിൻ്റെ 39172 വാപ്പ് 7, ഇത് മിക്കവാറും ചെന്നൈയിലേക്കുള്ള AC ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആയിരിക്കണം. അതെ, AC ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആണ്. ജസ്റ്റ് ഇറങ്ങിപ്പോന്നു. അപ്പോഴേക്കും അടുത്ത ട്രെയിൻ ഇറങ്ങിപ്പോന്നു. ലാലാഗുഡ ഷെഡിൻ്റെ 39245 ആണ് ലോക്കോ. ഇത് പ്രശാന്തി എക്സ്പ്രസ് ആയിരിക്കണം. അതെ, പ്രശാന്തി എക്സ്പ്രസ് ആണ്. ഇത് പ്രശാന്തി എക്സ്പ്രസ് ആണ്. ഇനിയിപ്പോൾ ഇത് പോയി അധികം താമസിയാതെ നമ്മുടെ കോയമ്പത്തൂർക്കുള്ള ഉദയ എക്സ്പ്രസ് പോകും. ഉദയ എക്സ്പ്രസ് പോയി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ നിന്നുള്ള ഡിപ്പാർച്ചർ, ഉറപ്പില്ല. പക്ഷേ ഉദയ എക്സ്പ്രസ്സിനെക്കാട്ടും ഒരു അരമണിക്കൂറോളം മുമ്പ് നമ്മൾ കോയമ്പത്തൂർ എത്തും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ഉദയ എക്സ്പ്രസ്സിനേക്കാളും മുമ്പ് എത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ ട്രെയിനിൻ്റെ കുറച്ച് സവിശേഷതകൾ പറയാൻ പോവുകയാണെങ്കിൽ, നമ്മളിവിടുന്ന് 374 കിലോമീറ്റർ 6 മണിക്കൂർ 25 മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. വൺ ഓഫ് ദി സ്ലോവസ്റ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളാണിത്. ഞാൻ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല, കാര്യം വെയിലുള്ളതുകൊണ്ടായിരിക്കും. തൊട്ട് താഴെയുള്ളത് ഉദയ എക്സ്പ്രസ് ആണ്. ഉദയ എക്സ്പ്രസ്സിന് 6 മണിക്കൂർ 45 മിനിറ്റാണ് വേണ്ടത്. ഉദയ എക്സ്പ്രസ് ദൂരം കൂടുതൽ കവർ ചെയ്യാൻ, കാര്യം അത് തിരുപ്പത്തൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ടു കഴിഞ്ഞാൽ രാത്രി 8:45 നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തും. നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 58 kmph ആണ്. നമ്മുടെ ഫെയർ എന്ന് പറയുന്നത് 1175 രൂപയാണ്. അതിൽ 308 രൂപ കാറ്ററിംഗ് ചാർജസ് ആണ്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൻ്റെ ഫെയർ 2110 രൂപയും അതിൽ 369 രൂപ കാറ്ററിംഗ് ചാർജസും കൊടുക്കണം. ഇതൊക്കെയാണ് ഈ ട്രെയിനിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇട്ടറിഞ്ഞാൽ ഫെയർ പറയുന്നില്ല എന്ന്. കഴിയുന്ന ഇതിലൊക്കെ ഞാൻ ഫെയർ പറയാൻ ശ്രമിക്കാം. ഫെയർ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഫെയർ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്ന് പറയുന്ന ഫെയർ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ നാളെ ബുക്ക് ചെയ്യാൻ കയറുമ്പോൾ. കാര്യം ഇന്ത്യൻ റെയിൽവേക്ക് സീസൺ ഓഫ് സീസൺ പോലത്തെ കൺസെപ്റ്റുകൾ ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ട്. പിന്നെ ചില ട്രെയിനുകൾക്ക് ഡൈനാമിക് ഫെയറും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫെയർ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിനി ഒരു 20 മിനിറ്റും കൂടി ഉണ്ട്. നമുക്കെന്നാൽ പതുക്കെ അകത്ത് കയറി AC-ലിരിക്കുക എത്ര നേരം. അതിന് പുറപ്പെടാനൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഡോറിനടുത്തേക്ക് വരാം. സമയം ഇപ്പോൾ 2:17. നമ്മൾ അധികം താമസിച്ചപ്പോൾ പുറപ്പെടും. Doors closed for a perfectly on time departure. കൃത്യം 2:20 നമ്മൾ പുറപ്പെട്ടു.
നമുക്ക് പിന്നെ ഉദയ എക്സ്പ്രസ് പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഉദയ എക്സ്പ്രസ്സിന് ഇതൊരു വിട്ടിട്ടില്ല. അപ്പോൾ ഉദയം മിക്കവാറും അവിടെ സിറ്റിയിൽ തന്നെ നിൽക്കുകയായിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്ന് ലേറ്റ് ആയിരിക്കും ഇപ്പോൾ മിക്കവാറും. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച കാൻറ്റോൺമെൻറ്റിലെ ഡെമോ ഷെഡ്. ഇവിടെ ഡെമോസ് എല്ലാം കിടക്കുന്നുണ്ട്. അവർക്കിനി അങ്ങോട്ട് പണിയില്ല, എല്ലാത്തിനും ഒറ്റയടിക്ക് ലേ ഓഫ് ചെയ്ത് വരും. വണ്ടി വിട്ടോണ്ട് വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ട് തന്നു പതിവ് പോലെ. 1/2 ലിറ്ററിൻ്റെ കുപ്പിയാണ്, അതും പതിവ് പോലെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഇതിനകത്ത് നമുക്ക് ഫുഡ് അവർ പറഞ്ഞിരിക്കുന്നത് ഈവനിങ് സ്നാക്സും അതുപോലെ ഡിന്നറുമാണ്. എന്നാണ് SMS വന്നത്. ഈവനിങ് സ്നാക്സ് പ്ലസ് ഡിന്നറിനാണ് SMS വന്നത്. അപ്പോൾ അതിന് മുമ്പ് പെയ്ഡ് ഐഡിയയിൽ ഒരു ചായ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറി, അത്രേ ആയിട്ടുള്ളൂ. ബാംഗ്ലൂർ ഈസ്റ്റ് സ്റ്റേഷനായിരുന്നു. അത് പാസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പത്രം കൊണ്ടുവന്നിട്ട് പോയി. ദ ഹിന്ദു ആണ്. ദ ഹിന്ദു ബാംഗ്ലൂർ സിറ്റി എഡിഷനാണ്. SM വീട്ടിലോട്ട് പോകുന്ന ട്രാക്കുകൾ നമ്മൾ ജസ്റ്റ് ബയ്യപ്പനഹള്ളി എത്തുന്നു. അവിടെ ക്വാഡ്രൂപ്ലിംഗ് വർക്കിൻ്റെ ലാൻഡ് ലെവലിംഗ് കാണാം. നല്ല സ്പീഡിൽ പണി നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ ബയ്യപ്പനഹള്ളി സ്റ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളവിടെ പതുക്കെ ട്രാക്ക് മാറി ഹോസൂർ ലൈനിലേക്ക് കയറും. അപ്പോൾ നമ്മളങ്ങനെ ഹൊസൂർ ലൈനിലോട്ട് കയറി. 2 മെയിൻ ലൈൻസ്. അപ്പോൾ നമ്മളങ്ങനെ ഹൊസൂർ ലൈനിൽ കയറി റാമ്പ് ഒരു മുകളിലോട്ട് പോകണം. ആ മുകളിൽ കൂടെ വരുന്നതാണ് യശ്വന്ത്പൂർ ഹൊസൂർ ലൈനാണ്. അത് മെയിൻ ലൈൻ. നമ്മൾ അതിലോട്ടാണ് മേർജ് ചെയ്യേണ്ടത്.
ഇതാണ് പിങ്ക് ലൈൻ മെട്രോ. അതിനപ്പുറത്ത് പണി നടക്കുന്നത് ബ്ലൂ ലൈൻ മെട്രോൻ്റെ ഒരു സ്പെറാണ്. അത് ബേസിക്കലി കാർ ഷെഡിലോട്ട് പോകാൻ വേണ്ടി. ഡബ്ലിംഗ് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പം നമ്മളേക്കൊന്ന് ബേലന്തൂർ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു. ബേലന്തൂർ റോഡ് സ്റ്റേഷനാണെന്ന് തോന്നുന്നത്. പ്ലാറ്റ്ഫോം കാണാം. ഞാനിത് മറ്റേ സൈഡിൽ നിന്ന് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു കാണിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം ഒരു കമ്മീഷൻ ചെയ്തു തോന്നുന്നു കേട്ടോ. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ. All those things are true, but she was leaving 2 meters of wine. Whatever. It is fever, nothing. That's all you say. She's more than well. You don't believe my buttermilk's history or my story also. ഇവിടെയൊക്കെ ട്രാക്കൽ ചെയ്യുന്നുണ്ട്. But you know what's crazy? That one day later, we have to take it. Because hers is so faint that I was the one who made it clear, like, guys, this is what it was. നമ്മൾ ജസ്റ്റ് മാരത്തഹള്ളി എത്താറായി. സോറി, മാരത്തഹള്ളി പോട്ടെ, കാർമേലരം എത്താറായി തോന്നുന്നു. കാർമേലാരം സ്റ്റേഷൻ. നമ്മൾ ജസ്റ്റ് ഹീലലിഗേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും സിംഗിൾ ലൈനാണ്. ഇനി ഹൊസൂർ വരെ സിംഗിൾ ലൈനാണ്. ചെറിയൊരു പോർഷൻ നമ്മളിപ്പോൾ വന്ന ജസ്റ്റ് എന്താ പറയുക, കാർമേൽറാം മുതൽ ഹീലലിഗ വരെയാണ് ഡബിൾ ലൈൻ ഉള്ളത്. ഹീലലിഗ മുതൽ വീണ്ടും സിംഗിൾ ലൈനാണ്.
ക്രോസ് ചെയ്ത നാഷണൽ ഹൈവേ ആയിരുന്നു. ഡബ്ലിംഗ് ഈ സൈഡിൽ നടക്കുന്നത്. നിങ്ങൾ വർക്ക് കാണാം. ഇവിടെയൊക്കെ ട്രാക്ക് ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിഫിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും തുറക്കാൻ കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് തോന്നുന്നു വർക്ക് കണ്ടിട്ടും. ഇതിപ്പോൾ ഏതോ ഒരു സ്റ്റേഷൻ ഏതെന്നറിയില്ല. മാരനായക്കനഹള്ളി. ഇവിടെ സ്റ്റേഷൻ വരികയാണോ? സ്നാക്ക് ട്രേ വന്നു. സ്നാക്ക് ട്രേയിൽ ഇലാച്ചി ചായ ഉണ്ട്, മില്ലറ്റ് ചിക്കി, പതിവ് സാധനം ലൈറ്റ് ചൂട, സോൾട്ട് കാരമൽ പോപ്കോൺ, ജ്യൂസും ഇതൊക്കെയാണുള്ളത്. ജ്യൂസുണ്ട്. ഇത് എന്തിനു കൂടി കഴിക്കാനാണോ? സോസ് ഉണ്ട്. വേറെ മറ്റേ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല. ചായക്കുള്ള കപ്പും കൊണ്ട് തന്നിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ട്രെയിലോട്ട് അടുത്ത ഐറ്റം കൊണ്ട് തന്നൊരു സമോസ. അപ്പോൾ ഇന്നത്തെ ഫ്രൈഡ് സ്നാക്ക് സമോസയാണ്. ഇതൊക്കെയാണ് ഇന്നിനകത്ത് ഉള്ളത്. മീൻമേൽ നമ്മൾ ഹൊസൂരിലേക്ക് എത്തിയായി. ഹൊസൂരിലേക്ക് എത്തിയെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. നമ്മൾ ഹൊസൂരിന് തൊട്ട് മുമ്പുള്ള വളവിലെത്തിയെന്ന് തോന്നുന്നു. ഈ ഐറ്റം ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല. ഹിമാലയൻ സോൾട്ട് കാരമൽ പോപ്കോൺ. നമ്മൾ PVRൻ്റെ ലോഗോ ഉണ്ട്. എൻ്റെ സിനിമ തിയേറ്റർ ചെയിൻ. എന്താ സംഭവം എന്നല്ല. മേ ബി അവരുടെ കമ്പനികളിലായിരിക്കും ഇത്. ഹാൻഡ് ക്രാഫ്റ്റഡ് ഹൈ ക്വാളിറ്റി മഷ്റൂം കോൺ കോട്ടഡ് വിത്ത് സിഗ്നേച്ചർ ഹാൻഡ് ക്രാഫ്റ്റഡ് കാരമൽ സ്പ്രിങ്കിൾഡ് വിത്ത് ഹിമാലയൻ സോൾട്ട്. എങ്ങനെയുണ്ട് സാധനം നമുക്ക് നോക്കാം. ഇതാണ് സാധനം. കാണാൻ നല്ല ഭംഗിയുണ്ട്. മീൻമേൽ നമ്മൾ ജസ്റ്റ് ഹൊസൂർ സ്റ്റേഷനിലോട്ട് കയറുന്നു. സമയം ഇപ്പോൾ 3:24. ഈ തിരക്കൊന്നും നമ്മുടെ ട്രെയിനിലുള്ളതാണെന്ന് അറിയില്ല. ഇതിന് പുറകെ വേറെ ഏതെങ്കിലും ട്രെയിൻ വരാനുണ്ടോയെന്ന് അറിയില്ല. പോപ്കോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു യുണീക്ക് ഫ്ലേവറാണ്. കാരമലുണ്ട്, ഉപ്പും ഉണ്ട്. അങ്ങനെ യുണീക്കായിട്ടുള്ള ഫ്ലേവറാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമ്മളിങ്ങനെ ഹൊസൂരിൽ നിന്ന് പുറപ്പെട്ടു. സമയം 3:28. ദൂരെ ഒരു അമ്പലം കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. നല്ല ഭംഗിയുണ്ട് മലയുടെ മുകളിൽ അമ്പലം. ഇവിടെയൊക്കെ ഡബിളിങ്ങിൻ്റെ പാർട്ടായിട്ടുള്ള ഈ ഹാർഡ് വർക്ക് നടക്കുന്നുണ്ട്. ഈ ഹാർഡ് വർക്ക്സ് നടക്കുന്നുണ്ട്. അവിടെ ഫ്രൈറ്റ് അൺലോഡിങ്ങിനാണ് തോന്നുന്നു. ഇവിടെ കുറേ കോൺക്രീറ്റ് ചെയ്ത പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈൻസൊക്കെ ലേ ചെയ്യുന്നുണ്ട്. ഈ ട്രെയിനിൻ്റെ ഒരു ഓർത്തയിലായിരുന്നു 11014 കോയമ്പത്തൂർ LTT എക്സ്പ്രസ്. ലേറ്റാണെന്ന് തോന്നുന്നു. കാര്യം ഇപ്പോൾ ഇതിനുള്ളിലും ബാംഗ്ലൂർക്ക് അടുത്തെത്തേണ്ടതായിരുന്നത്. നമ്മൾ പെരിയ നാഗത്തുണൈ സ്റ്റേഷനിലാണ്.
അടിപൊളി റൂട്ടാണിത്, പറയാണ്ടിരിക്കാൻ പറ്റാത്ത സൂപ്പർ റൂട്ടാണിത്. നമ്മൾ എന്താ പറയുക, മലയിറങ്ങി വന്നു. പക്ഷേ വന്ദേ ഭാരത് പോലത്തെ ഒരു പ്രീമിയം ട്രെയിനിന് പോകാൻ പറ്റിയ റൂട്ടല്ല. കാര്യം റൂട്ടിൽ 60 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് പല സ്ഥലത്തും. വണ്ടി ഇങ്ങനെ നിറങ്ങിയാൽ പോവാം. അപ്പം നമ്മൾ ജസ്റ്റ് ധർമ്മപുരി സ്റ്റേഷനോട് എടുക്കുന്നു. എനിക്കൊന്ന് 2-3 കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. ധർമ്മപുരിയിൽ നമ്മളെ കാത്തൊരു ട്രെയിൻ നിൽക്കുന്നുണ്ടെന്നാണ് വേരസ്മ ട്രെയിൻ പറയുന്നത്. ഞാനിപ്പോൾ C1 കോച്ചിലാണ് നിൽക്കുന്നത്. C1 കോച്ചിൻ്റെ എൻട്രൻസിൻ്റെ ഏരിയ ആണിത്. ഇവിടെ ഉള്ളതൊരു ഹാൻഡിക്യാപ്പ് ഫ്രണ്ട്ലി ടോയ്ലറ്റാണ്. ഈ കാണുന്നൊരു ഹാൻഡിക്യാപ്പ് ഫ്രണ്ട്ലി ടോയ്ലറ്റാണ്. പിന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ വേറെ ടോയ്ലറ്റ് ഇല്ല, അവിടെ ഒരൊറ്റ ടോയ്ലറ്റേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു അറ്റൻഡൻസിന് ഇരിക്കാൻ 2 സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ എൻട്രൻസ് ആണ്. C1 സീറ്റുകളുടെ എണ്ണം കുറവാണ്. ആകെ ഒരു ടോയ്ലറ്റ്, 44 സീറ്റേ ഉള്ളൂ. ആകെ ഒരു ടോയ്ലറ്റുമാണുള്ളത്. C1 C7 ഇതേപോലെ തന്നെ ആയിരിക്കും. 8 കാർ ആണെങ്കിൽ, മറ്റേ 16 കാർ ആണെങ്കിൽ C1 C14 ഇങ്ങനെ ആയിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ധർമ്മപുരി സ്റ്റേഷനോട്ട് കയറുന്നു. നമുക്ക് ലൂപ്പ് ലൈനിലാണ് നമ്മുടെ സ്റ്റോപ്പ്. അല്ല, മെയിൻ ലൈനിലാണ് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ട്രെയിൻ നമ്മളെ കാത്തു നിൽപ്പുണ്ടാവുന്നു. ഇതാ നടക്കുന്നു. ഒരു വാപ്പ് 7 ആയിരുന്നു. നമ്മൾ പ്ലാറ്റ്ഫോം 2 മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് കാരേക്കാൽ ബാംഗ്ലൂർ SMET എക്സ്പ്രസ് ആണത്. എനിക്ക് അവൻ ഇനിയിപ്പോൾ ഇൻ്റർസിറ്റി പോകുന്നവരോടെ കിടക്കുന്നു തോന്നുന്നു. എറണാകുളം ഇൻ്റർസിറ്റി പോകുന്നവർ, അതായിരിക്കും എന്നെ പ്ലാറ്റ്ഫോം 3 കൊണ്ടിട്ടിരിക്കുന്നത്. അല്ല, അവന് ക്ലിയറൻസ് ആയി കഴിഞ്ഞത്. അവൻ പച്ച കാണിച്ചാൽ പോയി. നമ്മുടെ ഡോർ ഇപ്പോൾ തുറക്കും. ഡോർ ഓപ്പണായി. ഇതാ പോകണം നമ്മുടെ കാരേക്കാൽ SMET എക്സ്പ്രസ്. ഇതാണ് ധർമ്മപുരി സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ കുറച്ച് നേരം കിടക്കുന്ന, എനിക്ക് തോന്നുന്നു ഇൻ്റർസിറ്റി വരാൻ അറിയില്ല. എന്തായാലും പുറത്തിറങ്ങുന്നില്ല. ഒരുപാട് നേരമൊന്നുമില്ല, നമ്മുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു. അപ്പോൾ ഇൻ്റർസിറ്റി അവർ അവിടെ എവിടെയെങ്കിലും പിടിച്ചു നിർത്തും. നമ്മളിപ്പോൾ ഉടനെ പുറപ്പെടും. अब दरवाजे बंद हो गए हैं और हम धर्मपुरी से निकल रहे हैं. അതാണ് കഥ കടഞ്ഞു. നമ്മൾ ധർമ്മപുരിയിൽ നിന്ന് പുറപ്പെടുന്നു. സമയം ഇപ്പോൾ 4:53. നമ്മൾ ലേറ്റാണ്. 4:53 അപ്പോൾ മിക്കവാറും ഇൻ്റർസിറ്റി വരെ ശിവടി സ്റ്റേഷനിൽ പിടിച്ചിടും. ശിവടി സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ട് നമ്മളെ കടത്തിവിടാനായിരിക്കും ഉദ്ദേശം. ഈ ഹാൻഡിക്യാപ്പ് ഫ്രണ്ട്ലി ടോയ്ലറ്റിന് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലാത്തൊരു ഫീച്ചർ ഇവിടെ കണ്ടു. ഈ ബട്ടൺ ഉണ്ട്. ബട്ടൺ അമക്കി കഴിഞ്ഞാൽ ടോയ്ലറ്റ് തുറക്കും. ഇതാണ് ടോയ്ലറ്റ്. നല്ല അടിപൊളി ടോയ്ലറ്റാണ്. അത് കഴിയുമ്പോൾ തന്നെ ഈ ഡോറ് തന്നെ ഓട്ടോമാറ്റിക്കലി അടയുകയും ചെയ്യും. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല, ഞാൻ തൊട്ടിട്ട് പോലുമില്ല. ഡോറ് ജസ്റ്റ് തുറന്നുകയും ചെയ്തു, ഡോർ അടയ്ക്കുകയും ചെയ്തു. നമുക്കിത് മാനുവലി തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക്. ഇങ്ങനെ ലോക്ക് ഇട്ടേക്കുക. ഇതാണ് ടോയ്ലറ്റ്. നല്ല സ്പേഷ്യസ് ടോയ്ലറ്റ്. കാര്യം വീൽ ചെയറൊക്കെ കൊണ്ടുവരാൻ അതിനുള്ള സ്ഥലം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കിഡ്സ് നാപ്പി ചേഞ്ചിങ് സ്റ്റേഷനാണ്. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കൊച്ചിനെ കിടത്തി നമുക്ക് നാപ്പി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള സൗകര്യം അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബട്ട്
ബാക്കിയുള്ള യൂഷ്വൽ ഫെസിലിറ്റീസ് ഹാൻഡ് ഡ്രയർ ഉണ്ട്, സോപ്പ് ഡിസ്പെൻസറും അതൊക്കെ സംഭവങ്ങളൊക്കെ, ഒരു എയർ പ്യൂരിഫയറും അതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഫെസിലിറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തും ഇതിനകത്തും സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ ഡോറ് തുറക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ശിവാഡി സ്റ്റേഷനോട് എത്താറായി. ശിവാഡി കഴിഞ്ഞിട്ടാണ് ഇറക്കം ഇറങ്ങുന്നത്. ശിവാഡി കഴിഞ്ഞ പിന്നെ നമ്മുടെ ഇറക്കം സ്റ്റാർട്ടാണ്. ശിവാഡി ഉണ്ട്, പിന്നെ നേരെ അതിൻ്റെ അടുത്ത സ്റ്റേഷൻ മുട്ടമ്പട്ടി വരാൻ, മുട്ടമ്പട്ടി നിന്നതിൻ്റെ അടുത്ത സ്റ്റേഷൻ. ഏകദേശം തൊപ്പൂർ വരെ നമുക്ക് ഇറക്കമുണ്ട് പിന്നെ അങ്ങോട്ട്. ഈ കിടക്കുന്നത് 12678 എറണാകുളം KSR ബംഗളൂരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ തുടങ്ങും. നമ്മൾ ഇറങ്ങാൻ പോകണം. ഇനി ഇവിടെ ഇറങ്ങി ചെല്ലണം. പിന്നീട് ഇറക്കം ആക്ച്വലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്രയിൽ കയറി വരുമ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചായിരുന്നു, ഗാർഡ് സെക്ഷൻ കാണിച്ചായിരുന്നു. ഇന്നും കുറേശ്ശെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ മല തുടങ്ങി. ഇവിടെ താഴെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്, അതിൻ്റെ തിരക്കുണ്ടായിരുന്നു അവിടെ. അങ്ങനെ മുട്ടമ്പട്ടി സ്റ്റേഷനെത്തി. ഏകദേശം കാട്ട് കഴിയാറ്. വിൻ്റർ ആവുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. സേലത്തുന്നവരൊക്കെ വെളിച്ചം കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫുള്ള് നൈറ്റ് യാത്ര. തൊപ്പയാറ് ഡാമാണ്.
മാപ്സിൽ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന റൂട്ടുകൾ ഇങ്ങനെ ലൈനായിട്ട് കാണിക്കും. അതുകൂടാതെ അതിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് കാണിക്കും. ഇപ്പം നമ്മൾ ഈ കാണുന്നതിനകത്ത് ഈ കാണുന്നത് നമ്മുടെ വണ്ടിയാണ്, ഈ കാണുന്നത് ഈ വെള്ളം നമ്മുടെ വണ്ടിയാണ്. നമ്മൾ യാത്ര നമ്മൾ ബ്ലൂ ഡോട്ട് കാണാമല്ലോ, 20641 കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. അത് കൂടാതെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കിടക്കുന്നവൻ 20643 കോയമ്പത്തൂർ വന്ദേ ഭാരതാണ്, ചെന്നൈയിൽ നിന്ന് വരുന്ന വന്ദേ ഭാരതാണത്. അതുകൂടാതെ ഇപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട്, അത് നമ്മുടെ ഈറോഡ് പാസഞ്ചർ. ഇവിടെ ഉള്ളത് ഡബിൾ ഡെക്കർ എക്സ്പ്രസ്, ഉദയ എക്സ്പ്രസ്. ലൈനായിട്ട് ഈ ട്രെയിനുകളെല്ലാം സേലം ജംഗ്ഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഏതോ ഒരു സ്റ്റേഷൻ കൂടെ റൺ ത്രൂ ആണ്. സ്റ്റേഷന് പേരില്ല. ഓമലൂർ സ്റ്റേഷൻ വഴി റൺ ത്രൂ നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറി. ഇതിന് തൊട്ട് മുമ്പ് സൗത്ത് വെസ്റ്റേൺ റെയിലിൽ നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് മാറിയത്. നമ്മൾ സദേൺ റെയിൽവേയുടെ സേലം ഡിവിഷനിലാണ്. ഇതേ ഡിവിഷനിൽ തന്നെ നമ്മുടെ യാത്ര അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ഓമല്ലൂർ കഴിഞ്ഞ് സേലത്തിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. നല്ലോണം കണ്ടൻസേറ്റ് വെള്ളം വന്ന് വീഴുന്നുണ്ട്. ഈ ഡോറിലും വന്ന് വീഴുന്നുണ്ട്. എനിക്ക് തന്നെ ഡ്രെയിനേജ് ശരിക്കും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാര്യം ഈ വെള്ളം ഈ ബോഡിയിലോട്ട് വീഴുന്ന ബോഡി റസ്റ്റ് ആവില്ലേ. ആ പോകുന്ന ലൈന് അത് സേലത്തുനിന്ന് വരുന്ന ലൈനാണ്. സേലത്തുനിന്ന് ടുവേർഡ്സ് ഓമല്ലൂർ വരുന്ന ലൈനാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ഇത് പുതുതായിട്ട് ലെയ്തൊരു ലൈനാണ്. ഓമല്ലൂർ ഭാഗത്തുനിന്ന് സേലത്തേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടി പുതുതായിട്ട് ലെയ്തൊരു ലൈൻ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുകളിൽ കൂടെ പോകുന്നതാണ് മെയിൻ ലൈന്. അതുവഴി മറ്റേ ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി സേലം ജംഗ്ഷനിൽ 2 വന്ദേ ഭാരതിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെല്ലും. അതിൽ കോയമ്പത്തൂർ വന്ദേ ഭാരത് 8:15 കോയമ്പത്തൂരെത്തും. ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് 8:15 കോയമ്പത്തൂരെത്തും. നമ്മൾ 8:45 എത്തേണ്ടത്. വി ആർ അപ്രോച്ചിങ് സേലം ജംഗ്ഷൻ എന്ന് പറഞ്ഞു. വണ്ടി നിർത്തിയ ശേഷം മാത്രം കെയർഫുള്ളി ഇറങ്ങണം എന്നാണ് പറയുന്നത്. വണ്ടി നിർത്താണ്ട് ഡോറ് തുറക്കില്ലല്ലോ. ഇതങ്ങ് ദൂരെ മെയിൻ ലൈൻ കാണാം. ആ മെയിൻ ലൈനാണ് നമ്മൾ മാഗ്നസൈഡ് ജംഗ്ഷൻ വെച്ച് പാലത്തിന് മുകളിൽ കൂടെ പോകുന്നുണ്ടത്. ആ മെയിൻ ലൈനിലേക്ക് നമ്മൾ സേലം ജംഗ്ഷനിൽ വെച്ച് ജോയിൻ ചെയ്യും. മെയിൻ ലൈൻ വഴി ഏതോ ഒരു ട്രെയിൻ പുറത്തോട്ട് പോകുന്നുണ്ട്. അവിടെ സിഗ്നൽ പച്ചയാണ്. മെയിൻ ലൈനിൽ അപ്പ് സിഗ്നൽ ഗ്രീനാണ്. ഏതോ ഒരു വണ്ടി ഡിപ്പാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ನಿಮ್ಮ ಎಲ್ಲ ವಸ್ತುಗಳನ್ನು ನಿಮ್ಮೊಂದಿಗೆ ತೆಗೆದುಕೊಳ್ಳಲು ಮರೆಯದಿರಿ. எல்லா ஊர்லேயும் அந்த நேரம் கரெக்டாக வருது. 30436 രായപുരത്തിൻ്റെ കോവ എക്സ്പ്രസ് ആണ്.
സമയം 3:59 ഇതുവരെ സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്. ഇപ്പോൾ ഉടനെ എടുത്ത് പോകും. നമ്മുടെ ഫുഡ് ഇവിടുന്ന് കയറ്റിയിട്ടുണ്ടാവും. നമ്മുടെ ഫുഡ് ഇവിടുന്ന് കയറ്റുന്നുണ്ട്. അങ്ങേറ്റത്ത് കാണാം ഫുഡ് കയറ്റുന്നത്. സേലം ഫുഡ് തന്നെയാണ്. എനിക്ക് സേലം ഫുഡാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. സേലം ഫുഡ് തന്നെയാണ് ഇന്നും. വേറെ വഴിയില്ല നമുക്ക്. നമ്മൾ എടുക്കുകയെന്ന് തോന്നുന്നു. ബാക്കിൽ നിന്ന് ഹോണടി കേട്ടു. സമയം 6 മണി. ഡോറടയായി. ഡോറടഞ്ഞു. ഇപ്പോൾ നമ്മൾ പുറപ്പെടുകയായി. സമയം 6 മണി. വണ്ടി ഒരു അല്പം ലേറ്റാണ്. പക്ഷേ ഇനിയും കൊണ്ട് റണ്ണിങ്ങിൽ മേക്കപ്പ് ചെയ്തോളൂ. അത് എനിക്ക് തോന്നുന്നു ഒരു 8:30 കഴിയുമ്പോഴേക്കും കോയമ്പത്തൂർ എത്തുമായിരിക്കും. മെയിൻലാൻഡ് ഡിപ്പാർച്ചറാണ്. 110 km ടെറിട്ടറിയാണ്. ആ സന്തോഷത്തിലാണ് വണ്ടി എടുത്തത് തന്നെ. എടുത്ത് തന്നെ ഫുൾ ശക്തിയിലാണ്. ആ സന്തോഷത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. ആ കാര്യം നമുക്ക് ഇനിയും കൂടെ പറക്കലാണ്. ഇനി നമുക്ക് ഈ റോഡ് വരെ നല്ല നിരന്തരമായിട്ട് പറക്കാം. പിന്നെയും പറക്കാം. ഈ ആദ്യം പോകുന്ന ലൈന് ബിരുദാചലത്തേക്ക് പോകുന്ന ലൈനാണത്. ഇവിടുന്ന് ചിന്നസേലൊക്കെ വഴി ബിരുദാചലം പോകുന്ന ലൈന്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള മറ്റേ ലൈന് നമ്മുടെ കരൂർ പോകുന്ന ലൈനാണ്. നാമക്കൽ വഴി കരൂർ പോകുന്ന ലൈന്. മധുരൈ വന്ദേ ഭാരത് ആ റൂട്ട് വഴിയാണ് പോകുന്നത്. മധുരൈ വന്ദേ ഭാരത് കരൂർ ട്രിച്ചി അങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഡേ ലൈറ്റ് വിഷ്വൽസൊക്കെ തീരുകയാണ്. നമ്മൾ സേലത്തുനിന്ന് പുറപ്പെട്ടതായി ഇരുട്ടായി വരുന്നു. ഇനി അങ്ങോട്ടുള്ള വിഷ്വൽസിലൊക്കെ ഫുള്ള് ഗ്ലാസ്സിലെ റിഫ്ലക്ഷൻസ് ആയിരിക്കും. ഇതുപോലെ ഇനി അങ്ങോട്ട് ഇതുപോലത്തെ വിഷ്വൽസ് ആയിരിക്കും. മുഴുവൻ റിഫ്ലക്ഷൻസ് ആയിരിക്കും. ഇനി നമുക്ക് 2 സ്റ്റോപ്പുണ്ട്, ഈറോഡും തിരുപ്പൂറും. ആ സ്റ്റേഷൻസ് കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അതുപോലെ കോയമ്പത്തൂർ സ്റ്റേഷനും പിന്നെ കോയമ്പത്തൂരിൽ നാട്ടിലേക്കുള്ള എൻ്റെ യാത്ര. നമ്മൾ ജസ്റ്റ് ഈ റോഡ് ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ റോഡ് ജംഗ്ഷനിലെത്തി. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. പുതിയ ക്രൂ ജസ്റ്റ് കയറുന്നേ ഉള്ളൂ. നമ്മുടെ സിഗ്നലാണെന്ന് തോന്നുന്നു റെഡ് കളർ കാണുന്നത്. ഉറപ്പില്ല. നമ്മൾ കറക്റ്റ് സമയമായ 6:47 ഇവിടെ എത്തിയായിരുന്നു. പിന്നെ 6:50 പോകേണ്ടത്. പിന്നെ 1 മിനിറ്റും കൂടി ഉണ്ട്. നമ്മൾ പുറപ്പെടാറായെന്ന് തോന്നുന്നു. ഒരു ഹോണടി കേട്ടു. നമ്മുടെ ആണോ എന്നറിയില്ല. ഇവിടെ എന്തൊക്കെ സ്റ്റേഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഫൈനലി ഡോർ അടയുന്നു. 6:59 നമ്മൾ 12 മിനിറ്റ് ഇവിടെ കിടന്നു. 12 മിനിറ്റ് ഇവിടെ കിടന്നിട്ട് ഇവിടെ ജസ്റ്റ് എടുക്കാൻ പോകുന്നു. ഫുഡകത്ത് സെർവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ റോഡിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ എൻ്റെ സീറ്റിലോട്ട് പോട്ടെ. ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ. എനിക്ക് വിശന്നും തുടങ്ങി ചെറുതായിട്ട്. മധുരൈ കാച്ചിക്കോട് എക്സ്പ്രസ് ആണ്. നമ്മുടെ സൈഡിൽ നിന്ന് നടക്കണ്ടായിരുന്നു. നമ്മുടെ അത്താഴം കൊണ്ടു തന്നിട്ട് പോയി. സേലത്തുനിന്ന് ലോഡ് ചെയ്താണ്. പനീറേറിയന് ഒരു പീ കാണാനുണ്ട്.
പിന്നെ ദാളും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെയാണ്. നമുക്കിത് അൺപാക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡിനകത്തുള്ളത് പതിവ് പോലെ ഒരു പനീറിൻ്റെ കറിയുണ്ട്. അത് സാമ്പാറാണ് കൊണ്ട് ദാൾ പോലെയല്ല, പണ്ടൊരു സാമ്പാറിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ടേസ്റ്റ് നോക്കിയേക്കാം. സാമ്പാർ പോലെ ദാൾ പോലെ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സാധനം. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നൊരു സാധനമുണ്ട്. 2 പറാട്ടയുണ്ട്, പ്ലെയിൻ റൈസ് ഉണ്ട്, തൈരുണ്ട്. അങ്ങനെ അത് പിക്കിൾ കാണാനില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പതിവ് പോലെ തന്നെ പനീർ കറിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. തക്കാളിയുടെ ഗ്രേവി, പച്ച തക്കാളിയുടെ ടേസ്റ്റ് നല്ലോണമുണ്ട്. പനീർ കുഴപ്പമില്ല, പക്ഷേ പച്ച തക്കാളി ഗ്രേവിയുടെ ടേസ്റ്റ് നല്ലോണമുണ്ട്. സവാളയും പച്ച തക്കാളിയുടെ ഒരു ടേസ്റ്റ് നല്ലോണമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിനൊരു ഫ്ലേവറൊന്നുമില്ല. അതുപോലെ തന്നെ സേലത്തുനിന്ന് ബിലോ ആവറേജ് ഫുഡാണ്. പതിവ് തെറ്റിക്കാണ്ട് അമൂൽ ലൈറ്റ് വാനില റോയൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തിരുപ്പൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 7:35. അപ്പം അങ്ങനെ തിരുപ്പൂരിൽ നിന്ന് വിട്ടു. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലോട്ട് കയറുന്നു. പ്ലാറ്റ്ഫോം 6ലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വണ്ടി ജസ്റ്റ് നിർത്തിയപ്പോഴേക്കും തന്നെ AC ഒക്കെ ഓഫായി കഴിഞ്ഞു. നമുക്കെന്നാൽ പിന്നെ പതുക്കെ പുറത്തിറങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. 8:20 വണ്ടി എത്തി. 8:20 എത്തി. 8:45 എന്ന ടൈമിൽ 25 മിനിറ്റ് ബിഫോർ ഷെഡ്യൂൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഞാൻ പറയാം. ഇവിടുന്ന് നാട്ടിലേക്ക് പോകാനാണെങ്കിൽ ഇനിയിപ്പോൾ 9:30 വെസ്റ്റ് കോസ്റ്റ് വരാനുണ്ട്, മലബാർ സൈഡിലേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 10:30 മറ്റോ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് വരും. അതും ഒരു ഓപ്ഷനാണ്. ഇനി ട്രെയിനൊന്നും ടിക്കറ്റ് കിട്ടിയില്ല, ബസ്സിന് പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ 9 മണിക്ക് ഇവിടെ നിന്നൊരു തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. വണ്ടി ബിഫോർ ടൈം എത്തുകയാണെങ്കിൽ 9 മണിയുടെ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ 10 മണിക്ക് കൊട്ടാരക്കര സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ 10:30 തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ 11 മണിക്ക് എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ ഉക്കടത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉക്കടത്തു നിന്ന് നമുക്ക് പാലക്കാട് ബസ് കിട്ടും. ഞാനിപ്പോൾ ചെയ്യാൻ വന്ന് ഉക്കടത്ത് വിട്ട് പാലക്കാട് ബസ് പിടിക്കുകയാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തിയിട്ട് നേരെ മെയിൻ എക്സിറ്റ് വഴി പുറത്തിറങ്ങണം. മെയിൻ എക്സിറ്റ് വഴി പുറത്തിറങ്ങാമെന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ സൈഡ് വഴി, പ്ലാറ്റ്ഫോം നമ്പർ 1 ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അതുവഴി വേണം പുറത്തിറങ്ങാൻ. അതുവഴി പുറത്തിറങ്ങി നമ്മൾ റോഡ് കടന്ന ഉടനെ നമുക്ക് ഉക്കടത്തേക്ക് പോകാനുള്ള ബസ് കിട്ടും. റോഡ് കടന്നില്ല എന്നുണ്ടെങ്കിൽ സെയിം സൈഡിൽ നിന്ന് നമുക്ക് ഗാന്ധിപുരത്തേക്ക് പോകാനുള്ള ബസ് കിട്ടും. ഗാന്ധിപുരം ബസ്സിന് കയറി കഴിഞ്ഞാൽ ഗാന്ധിപുരത്തു നിന്ന് 9, 10, 9, 10:30 ബസ്സുകൾ നിങ്ങൾക്ക് പിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ട് ഉക്കടം ബസ് പിടിച്ച് കഴിഞ്ഞാൽ ഉക്കടത്തുനിന്ന് പാലക്കാട് ചെയിൻ സർവീസ് ഉണ്ട്, അതിന് കയറാം. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ അടുത്തുള്ള ടെർമിനൽ ബിൽഡിംഗ് വഴിയുള്ള എക്സിറ്റ്. ഞാൻ എക്സിറ്റ് വഴി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇതുവഴി ഇറങ്ങാൻ നിങ്ങൾക്ക് ഈ സ്റ്റീം ലോക്കോ കാണാൻ പറ്റും. ഇതൊരു അടയാളമായിട്ട് വെച്ചാൽ മതി. ഇതുവഴി പുറത്തിറങ്ങുക.
ഇതുവഴി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഒരു റാണീസ് ഹോട്ടൽ, ആര്യാസ് അങ്ങനൊരു ഹോട്ടൽ കാണാം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക. വന്ദേ ഭാരത് വന്നവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ജസ്റ്റ് ഇൻ കേസ് കഴിച്ചിട്ടില്ലാണെങ്കിൽ. പിന്നെ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യണം. റോഡ് ക്രോസ് ചെയ്ത് ഇപ്പോഴത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ബസ് പോയില്ല, നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ഇവിടുത്തെ ബസ്സുകാർ ബസ് സ്റ്റോപ്പിൽ മാത്രമേ നിർത്തുള്ളൂ. ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തില്ല. അതുകൊണ്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക. ബസ് സ്റ്റോപ്പിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, വളരെ കുറച്ച് ദൂരമുള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. ഇതിങ്ങനെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ, ഞാനിപ്പോൾ ടൂർസ് ഉക്കടം സൈഡിലാണ് നിൽക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പിലാണ് ഗാന്ധിപുരം ബസ്സുകൾ വരിക. ഇവിടെ റോയൽ ഹിന്ദു റെസ്റ്റോറൻറ്റ് കാണാം, RHR കഴിഞ്ഞ ഉടനെയാണ് ബസ് സ്റ്റോപ്പ്. റോയൽ ഹിന്ദു റെസ്റ്റോറൻറ്റ് ഒരു അടയാളമായിട്ട് വെച്ചാൽ മതി. റോയൽ ഹിന്ദു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഉക്കടം ബസ്സും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഗാന്ധിപുരം ബസ്സും കിട്ടും. ചോദിച്ചിട്ട് കയറുക. ഒരു ബസ് കിട്ടി. ഇവിടുന്ന് 5 രൂപ, ഓർഡിനറി ബസ്സാണ്, 5 രൂപ ടിക്കറ്റ് ഉക്കടത്തേക്ക്. ചോദിച്ചാൽ കയറിയത്. അതുപോലെ ചോദിച്ചാൽ കയറാം. റൂട്ട് നമ്പർ ഇതിൽ 73 എന്ന് എഴുതിയിരിക്കുന്നത്. റൂട്ട് നമ്പർ നോക്കി നിൽക്കേണ്ട, ചോദിച്ചാൽ കയറാം. ബസ് അവിടെ നിന്ന് കയറുമ്പോൾ കാലിയായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് ടൗൺ ഹാളെത്തിയപ്പോൾ വണ്ടി ഫുള്ളായി. നമ്മളിപ്പോൾ ജസ്റ്റ് ഉക്കടം ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നു. ഉക്കടം ബസ് സ്റ്റാൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ബസ്സിൻ്റെ ഹോണൊക്കെ ഡാർക്കാണ്. ജസ്റ്റ് ഉക്കടം ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നുള്ളൂ. ഇതുവരെ ഞാൻ വന്ന വണ്ടി പനപ്പട്ടി 73A. ഈ ബസ് സ്റ്റാൻഡിനകത്ത് കയറിയിട്ട് ഈ ബസ് സ്റ്റാൻഡ് അങ്ങേയറ്റത്ത് നമ്മൾ ഇറങ്ങുന്നത് ഏത് ബസ് സ്റ്റാൻഡിനകത്ത് കയറിയാണോ ലെഫ്റ്റ് സൈഡിൽ നേരെ ബസ് നിർത്തുകയുള്ളൂ. ബസ് സ്റ്റാൻഡിനകത്ത് കയറി അങ്ങേ അറ്റത്തേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ പാലക്കാട് ബസ്സുകൾ കിടക്കുന്ന കാണാം. സാധാരണഗതിയിൽ ഈ സമയത്ത് KSRTC ആണ് ഉണ്ടാവുക കേരളത്തിൻ്റെ. പകൽ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ TNSTC ഉണ്ട്. അപ്പോൾ TNSTC ഒക്കെ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് പോകാൻ KSRTC കിട്ടും. ഇതാ കിടക്കുന്നു. ഇതൊരു പാലക്കാട് ബസ്. ഇതിൻ്റെ പുറകിലൊരു പാലക്കാട് ബസ്സുണ്ട്. ഇത് അതിൻ്റെ എൻജിനാണ്, ഇതിന് എൻജിൻ ഓഫ്. അപ്പോൾ ആദ്യം പോകുന്നറിയില്ല. നമുക്കെന്തായാലും മുന്നിൽ കിടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് കയറി ഒരു സീറ്റ് പിടിക്കാം. അപ്പോൾ നമ്മൾ പുറപ്പെടുകയായി കഴിഞ്ഞു ഉക്കടത്തുനിന്ന്. ഇപ്പോൾ ക്രിസ്മസ് ആയ സമയമാണ്, വണ്ടിക്കകത്ത് വലിയ തിരക്കൊന്നുമില്ല. സാധാരണ വർക്കിംഗ് ഡേയ്സിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. നമ്മളിവിടെ നിന്ന് എടുക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ തീർക്കാം. കാര്യം പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലോട്ട് ബസ് സർവീസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പാലക്കാട് നിന്ന് ബോർഡ് നോക്കി കയറാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസ് എല്ലാം എഴുതണം. സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക, സൂപ്പർ താങ്ക്സ് വാങ്ങുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you in another brand new video. Until then, bye bye.